Hello children, welcome to our class. Today we are introducing a new lesson. Lesson name is The Language of Birds. പക്ഷികളുടെ ഭാഷ. Okay, let's start our class. A soothing song. സാന്ത്വനിപ്പിക്കുന്ന സംഗീതം. In Russia, there lived a rich merchant. റഷ്യയിൽ ഒരു പണക്കാരനായ ഒരു വ്യാപാരി താമസിച്ചിരുന്നു. He had a servant, a bright and brave boy called Ivan. അദ്ദേഹത്തിന് ഒരു സർവൻ്റ് ഉണ്ടായിരുന്നു. വളരെ ബുദ്ധിമാനായ ഒരു കുട്ടിയായിരുന്നു ആര്? ഇവാൻ. The merchant was a cruel man. He made Ivan toil from dawn to dusk. മർച്ചൻ്റ് ഒരു ദുഷ്ടനായ ഒരാളായിരുന്നു. അയാൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവാനെ കൊണ്ട് ജോലിയെടുപ്പിച്ചു. ഇവാൻ ഹാഡ് നോ ടൈം ടു റെസ്റ്റ്. ഇവാന് തീരെ സമയമുണ്ടായിരുന്നില്ല റെസ്റ്റ് എടുക്കുന്നതിനായി. ടയേർഡ് ആഫ്റ്റർ ഹെവി വർക്ക്, ഇവാൻ വുഡ് ലൈ ഓൺ ഹിസ് ബെഡ്. വളരെ കടുത്ത ജോലികൾക്ക് ശേഷം ഇവാൻ എങ്ങോട്ട് പോയി? ബെഡിലേക്ക് ഒന്ന് വിശ്രമിക്കാനായി പോയി. Then a nightingale would start singing sweet songs to him. അപ്പോൾ ഒരു രാപ്പാടി അവനു വേണ്ടി വളരെ മധുരമായി പാടാനായി തുടങ്ങി. Every night the nightingale used to sing for him. He could never see the nightingale as it was dark outside, but its song soothed him to sleep. എല്ലാ ദിവസവും ഈ നൈറ്റിംഗേൾ അവന് വേണ്ടി പാട്ട് പാടാറുണ്ട്. പക്ഷേ ഒരിക്കലും അവൻ ആ നൈറ്റിംഗേളിനെ കണ്ടിട്ടില്ല, വാനമ്പാടിയെ കണ്ടിട്ടില്ല. കാരണം എന്താണ്? വളരെ ഇരുട്ടായിരിക്കും പുറത്ത്. പക്ഷേ ഈ വാനമ്പാടിയുടെ പാട്ട് അവന് വളരെ ആശ്വാസമായിരുന്നു രാത്രി കിടക്കുമ്പോൾ. What a lovely song! How beautifully it sings! But what is the meaning of its song? I wish I could understand the language of birds, Ivan would think. നൈറ്റിംഗേളിൻ്റെ പാട്ട് കേട്ടപ്പോൾ ഇവാൻ മനസ്സിൽ വിചാരിച്ചു, എന്ത് ഭംഗിയുള്ള പാട്ട്! എനിക്കിതിൻ്റെ അർത്ഥമൊന്ന് മനസ്സിലായെങ്കിൽ എങ്ങനെയാണ് ഈ പക്ഷികളുടെ ഭാഷ ഒന്ന് മനസ്സിലാക്കുക എന്നവൻ ചിന്തിച്ചുകൊണ്ട് കിടന്നു. ലിറ്റിൽ ബേർഡീസ്, കുഞ്ഞു പക്ഷികൾ. One day the merchant sent Ivan to the forest to fetch firewood. ഒരു ദിവസം മർച്ചൻ്റ് ഇവാനെ കാട്ടിലേക്ക് പറഞ്ഞയച്ചു വിറക് ശേഖരിക്കുന്നതിനു വേണ്ടി. Soon the winds rose, the sky became clouded. The lightning flashed, the thunder roared loudly, and the rain fell heavily. ആ സമയത്ത് നല്ല കാറ്റ് വന്നു, ഇടിമിന്നൽ വന്നു, നല്ല ഇടിയും വന്നു, നല്ല മഴ പെയ്യാനും തുടങ്ങി. Ivan soon ran to the shelter of a large tree. He saw a big nest on one of its branches. മഴയിൽ നിന്ന് രക്ഷ നേടുവാനായി അവൻ എന്ത് ചെയ്തു? ഒരു ഷെൽട്ടറിന് വേണ്ടി ഒരു വലിയ മരത്തിൻ്റെ താഴേക്ക് ഓടി. അപ്പോൾ അവിടെ കണ്ടത് ഒരു കൊമ്പിൽ ഒരു കൂട്, പക്ഷിക്കൂട് ഇരിക്കുന്നത് കണ്ടു. 4 small birds were there in the nest, and there was no one to protect them from the wind and the rain. 4 പക്ഷിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ആ കൂട്ടിൽ. പക്ഷെ അവരെ രക്ഷിക്കാനായിട്ട് അമ്മക്കിളിയോ ഒന്നും ആ കൂട്ടിലുണ്ടായിരുന്നില്ല. ഇവാൻ ഫെൽറ്റ് പിറ്റി ടു ദം. ഇവാൻ അവരോട് അലിവ് തോന്നി. ഹി ക്ലംബ്ഡ് ദ ട്രീ ആൻഡ് കവേർഡ് ദ ലിറ്റിൽ വൺസ് വിത്ത് ഹിസ് ക്ലോത്ത്സ്. അവൻ ആ മരത്തിൽ വലിഞ്ഞു കയറി എന്ത് ചെയ്തു? അവൻ്റെ ഡ്രസ്സ് എടുത്ത്, ക്ലോത്ത്സ് എടുത്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. ആ കൂട് മൂടി. When the thunderstorm was over, the mother bird came back. ഇടിയും മഴയുമെല്ലാം കഴിഞ്ഞപ്പോൾ മദർ ബേർഡ് തിരിച്ചു വന്നു. ടീച്ചിങ് ബേർഡ്, പഠിപ്പിക്കുന്ന പക്ഷി. Thank you, Ivan. You protected my little children from cold and rain, and I wish to do something for you.
Tell me what I can do for you. നന്ദി ഇവാൻ, നീ എൻ്റെ കുഞ്ഞുങ്ങളെ മഴയിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷിച്ചു. എനിക്ക് നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. നീ പറയൂ, ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് അമ്മക്കിളി ചോദിച്ചു. ഇവാൻ വാസ് സർപ്രൈസ്ഡ് ടു സീ എ ടോക്കിംഗ് ബേർഡ്. ഇവാന് വളരെ അത്ഭുതമായി സംസാരിക്കുന്ന ഒരു പക്ഷിയെ കണ്ടപ്പോൾ. ഇവാൻ ആൻസേർഡ്, "You know our language. Will you teach me your language, the language of birds?" ഇവാൻ പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ ഭാഷ മനസ്സിലാകും, അതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ ഭാഷ, അതായത് പക്ഷികളുടെ ഭാഷ എന്നെ പഠിപ്പിക്കാമോ എന്ന് ഇവാൻ ചോദിച്ചു. Stay with me for some days and you shall know it as we do. Ivan remained in the forest for a few days. പക്ഷി പറഞ്ഞു, നീ കുറച്ച് ദിവസം ഞങ്ങളോട് കൂടെ നിൽക്കൂ, അപ്പോൾ നിനക്ക് ഞങ്ങളുടെ ഭാഷ പഠിപ്പിച്ചു തരാം. അങ്ങനെ ഇവാൻ കുറച്ച് ദിവസം കാട്ടിൽ അവരോട് കൂടെ തന്നെ നിന്നു. He learned the language of birds from the mother bird. Ivan returned home happily. ഇവാൻ പക്ഷികളുടെ ഭാഷ ആ മദർ ബേർഡിൽ നിന്നും പഠിച്ചു. അതിനുശേഷം സന്തോഷത്തോടു കൂടി മടങ്ങി. The secret, രഹസ്യം. That night Ivan was listening to the song of the nightingale. Now he could understand its meaning. Ivan spoke to the bird in its language. അന്ന് രാത്രി നൈറ്റിംഗേൾ പാട്ട് പാടുന്നത് ഇവാൻ കേട്ടു. അപ്പോൾ അവൻ അതിൻ്റെ അർത്ഥം മനസ്സിലായി. എന്താണ് നൈറ്റിംഗേൾ പാടുന്നതെന്ന് മനസ്സിലായി. ഇവാൻ അതുമായി ആ പക്ഷിയുമായി സംസാരിച്ചു. അവരുടെ ഭാഷയിൽ, പക്ഷികളുടെ ഭാഷയിൽ ഇവാൻ സംസാരിച്ചു. How did you learn our language? Flying towards him, the nightingale asked. നിനക്കെങ്ങനെ ഞങ്ങളുടെ ഭാഷ മനസ്സിലായി? അവൻ്റെ അടുത്തേക്ക് പറന്നു വന്നുകൊണ്ട് നൈറ്റിംഗേൾ ചോദിച്ചു. ഇവാൻ told the whole story to the nightingale. ഇവാൻ നടന്ന എല്ലാ കഥയും വാനമ്പാടിയോട് പറഞ്ഞു. I have a secret to tell you, the bird said. What is it? ഇവാൻ asked. അപ്പോൾ ബേർഡ് പറഞ്ഞു, എനിക്ക് നിന്നോടൊരു സ്വകാര്യം പറയാനുണ്ട്. എന്താണത് എന്ന് ഇവാനും ചോദിച്ചു. The bird whispered the secret in Ivan's ears. ഇവാൻ്റെ ചെവിട്ടിൽ ആ രഹസ്യം ബേർഡ് പറഞ്ഞു. വിസ്പേർഡ്, പെറുപെറുത്തു, അതായത് സ്വകാര്യമായി പറഞ്ഞു. ഇവാൻ, the merchant called him. The nightingale flew away. ആ സമയത്ത് മർച്ചൻ്റ് വന്ന് ഇവാൻ എന്ന് ഉറക്കെ വിളിച്ചു. അപ്പോൾ നൈറ്റിംഗേൾ അവിടെ നിന്ന് പറന്നുപോയി. സ്ട്രേഞ്ച് പ്രഡിക്ഷൻ, അസാധാരണമായ പ്രവചനം. Who were you talking to? The merchant asked. I was talking to a nightingale. ഇവാൻ replied. നീ ആരോടാണ് സംസാരിച്ചിരുന്നത്? മർച്ചൻ്റ് ചോദിച്ചു. ഞാൻ നൈറ്റിംഗേളിനോടാണ് സംസാരിച്ചിരുന്നത് എന്ന് ഇവാൻ മറുപടി നൽകി. Talking to a nightingale? How can you do that? ഒരു വാനമ്പാടിയുമായി സംസാരിക്കുകയോ? എങ്ങനെയാണ് അതിന് കഴിഞ്ഞത്? I have learned the language of birds. The merchant stared at Ivan in disbelief. വിശ്വാസം വരാതെ അയാൾ ഇവാനെ തുറിച്ചു നോക്കി. What were you talking about? asked the merchant after a moment. നിങ്ങൾ എന്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം മർച്ചൻ്റ് അവനോട് ചോദിച്ചു. Ivan was worried. He spoke in a broken voice. The nightingale said that I would become a king and you would become my servant. ഇവാൻ പേടിച്ച് വിഷമത്തോടുകൂടി വിങ്ങി പറഞ്ഞു. ആ നൈറ്റിംഗേൾ പറഞ്ഞത്, ഞാനൊരു രാജാവായി തീരും, താങ്കൾ എൻ്റെ സർവൻറ്റുമാകും എന്നാണ് ആ നൈറ്റിംഗേൾ എന്നോട് പിറുപിറുത്തത്. Into the deep sea, ആഴക്കടലിൽ.
The merchant was worried and remained sleepless for weeks. ഇത് കേട്ടപ്പോൾ മർച്ചന്റിന് വളരെ വിഷമമായി. അയാൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. കുറേ ആഴ്ചകൾ അയാൾ ഉറങ്ങാതെ ഇരുന്നു. One night the merchant gave Ivan a drink to make him drowsy. When Ivan had fallen asleep, the merchant laid him on a boat. ഒരു ദിവസം ഇവാന് കുടിക്കാനായിട്ട് മയക്കുമരുന്ന് ചേർത്ത ഒരു ഡ്രിങ്ക് അയാൾ കൊടുത്തു. അവൻ ഉറങ്ങിക്കഴിഞ്ഞ ശേഷം മർച്ചൻ്റ് എന്ത് ചെയ്തു? അവനെ എടുത്ത് ഒരു ബോട്ടിൽ കിടത്തി. He spread the white sails and pushed the boat into the open sea. ബോട്ടിൻ്റെ പായൊക്കെ വൈറ്റ് കളറിലുള്ള ആ പായെല്ലാം വിരിച്ച ശേഷം അവനെ ആ ആഴക്കടലിലേക്ക് ആ ബോട്ട് തള്ളിവിട്ടു. മെസ്സേജ് ഫ്രം ദ ക്രെയിൻസ്. കൊക്കുകളിൽ നിന്നുള്ള മെസ്സേജ്. For a long time, the boat moved about on the waves and finally hit a large ship. കുറേ സമയം കടലിൽ ഇങ്ങനെ തിരമാലകളിൽ പെട്ട് നടന്ന ശേഷം ആ ബോട്ട് എന്ത് ചെയ്തു? അവസാനം ഒരു ഷിപ്പിൽ കൊണ്ട് ഇടിച്ചു. The crew on the ship saw Ivan and felt pity for him. They took him to the ship. Standing on the deck, Ivan looked at the sky. ബോട്ടിലെ യാത്രക്കാർ, ബോട്ടിലെ ക്രൂ മെമ്പേഴ്സ് അവനെ കണ്ടു. അവനോട് അലിവ് തോന്നി. അവർ എന്ത് ചെയ്തു? ഇവാനെ എടുത്ത് ഷിപ്പിൽ കിടത്തി. അവൻ കണ്ണു തുറന്ന് ആകാശത്തേക്ക് നോക്കി. ഹൈ, വെരി ഹൈ, അപ്പ് ഇൻ ദ സ്കൈ ഇവാൻ സോ സം ക്രെയിൻസ്. നല്ല ഉയരത്തിൽ, ആകാശത്തിൽ വളരെ ഉയരത്തിൽ ആര് പറക്കുന്നു? കുറേ ക്രെയിൻസ്, കൊക്കുകൾ പറക്കുന്നത് അവൻ കണ്ടു. The cranes were predicting a storm. എന്താണ് കൊക്കുകൾ പ്രവചിച്ചിരുന്നത്? ഒരു കൊടുങ്കാറ്റായിരുന്നു. He said to the sailors, "Be careful. I hear the birds predicting a storm. Let us enter a harbor or we will be in danger." അവൻ കപ്പലിലുള്ളവരോട് പറഞ്ഞു, നമ്മൾ സൂക്ഷിക്കണം. ആ ബേർഡ്സ് പറയുന്നത്, അതായത് ആ ക്രെയിൻസ്, കൊക്കുകൾ പറയുന്നത് ഒരു കൊടുങ്കാറ്റ് വരുമെന്നാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഹാർബറിലേക്ക് പോകണം, അല്ലെങ്കിൽ നമ്മൾ അപകടത്തിലാണ്. "You silly boy, keep quiet," the captain of the ship said. But Ivan requested him again and again. ഇത് കേട്ടപ്പോൾ ക്യാപ്റ്റൻ എന്താണ് പറഞ്ഞത്? ഷിപ്പിൻ്റെ സില്ലി ബോയ്, മിണ്ടാതെ ഇരിക്കൂ എന്ന് അവനോട് പറഞ്ഞു. പക്ഷേ ഇവാൻ വീണ്ടും വീണ്ടും അവരോട് അപേക്ഷിച്ചു. ദ സ്റ്റോം, കൊടുങ്കാറ്റ്. At last the captain steered the ship to the shore and anchored it. Within a short time a storm broke out. Huge waves rose up to the sky. The wind roared. They saw huge waves breaking many ships sailing in the sea. അവസാനം എന്ത് ചെയ്തു? ക്യാപ്റ്റൻ ഒരു തീരത്ത് കൊണ്ടുപോയി അവരുടെ കപ്പലിനെ നങ്കൂരമിട്ടു. കുറച്ച് സമയം കഴിഞ്ഞില്ല, ഒരു കൊടുങ്കാറ്റ് പൊട്ടിപ്പുറപ്പെട്ടു. വലിയ തിരമാലകൾ വന്നു. ദ വിൻഡ് റോഡ്, കാറ്റ് ഗർജിച്ചു. അവർ കണ്ടു, കടലിലൂടെ പോയിക്കൊണ്ടിരുന്ന പല ഷിപ്പുകളും ആര് തകർത്തു? കൂറ്റൻ തിരമാലകൾ തകർത്തു. "യു സേവ്ഡ് അവർ ലൈഫ്സ്." ക്യാപ്റ്റൻ താങ്ക്ഡ് ഇവാൻ. നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. താങ്ക്സ് എന്ന് ഇവാനോട് ക്യാപ്റ്റൻ പറഞ്ഞു. നോയ്സി ബേർഡ്സ്, ബഹളം വയ്ക്കുന്ന പക്ഷികൾ. അവർ തീരത്തണഞ്ഞ ആ തീരത്ത് ഒരു പ്രശ്നമുണ്ടായിരുന്നു. The king of the country was very much annoyed. Many crows perched on the windows, walls and roof of the palace, and even on the trees nearby. അവിടെയുള്ള രാജാവിൻ്റെ
ഒരു പ്രധാനപ്പെട്ട അലട്ടിയിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുറേ കാക്കകൾ വന്നിരുന്ന് അവരുടെ ജനലിലും വാതിലിലും കൊട്ടാരത്തിന് മുകളിലും അതുപോലെ മരത്തിലും എല്ലാം ഇരുന്ന് ബഹളമുണ്ടാക്കുന്നതായിരുന്നു അയാളുടെ പ്രശ്നം. No one knew how to get rid of them. Ivan went to the palace. Your Majesty, I will get rid of the crows, Ivan said. ഇങ്ങനെയുണ്ടായിരുന്ന പ്രശ്നം എങ്ങനെ ഒഴിവാക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അതായത് ഈ കാക്കകളെ കൊണ്ടുള്ള പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇവാൻ കൊട്ടാരത്തിലെത്തി രാജാവിനെ കണ്ടു പറഞ്ഞു, ഈ പ്രശ്നം ഞാൻ പരിഹരിക്കാം എന്ന് ഇവാൻ പറഞ്ഞു. If you can do that, you can marry my daughter, the king said. നിനക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയാണെങ്കിൽ നീ അത് ചെയ്യുക. അതിന് പകരമായി എന്തു ചെയ്യാം? എൻ്റെ മകളെ നിനക്ക് വിവാഹം കഴിക്കാമെന്ന് രാജാവ് പറഞ്ഞു. ഇവാൻ ആസ്ക്ഡ് the servants to open the windows. He listened to the crows for a while. Then he went to the king again. ഇവാൻ അവിടുത്തെ സർവൻസിനോട് വിൻഡോസ് തുറക്കാനായി പറഞ്ഞു. എന്നിട്ട് കാക്കകൾ പറയുന്നത് എന്താണെന്ന് കേട്ടു. കുറച്ച് സമയത്തിനു ശേഷം അവൻ രാജാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. ഹോംലെസ് ബേർഡ്സ്, വീടില്ലാത്ത പക്ഷികൾ. ഇവാൻ bowed before the king and said, "Oh Lord, the crows are homeless because your men are cutting down the trees. They are living on. They want your men to stop doing it." രാജാവിനെ താണു വണങ്ങിയ ശേഷം ഇവാൻ പറഞ്ഞു, "ഓ ലോർഡ്, ക്രൗസിന് വീടില്ല. അതുകൊണ്ടാണ് അവർ ഇവിടെ വന്ന് ഒച്ചയുണ്ടാക്കുന്നത്. അതിന് കാരണം എന്താണ്? നിങ്ങളുടെ ആളുകൾ അവർ താമസിച്ചിരുന്ന മരങ്ങളെല്ലാം വെട്ടിമുറിച്ചു. അപ്പോൾ അതുകൊണ്ട് അവരോട് പറയണം മരങ്ങളെല്ലാം വെട്ടിമുറിക്കുന്നത് നിർത്തണമെന്ന്." The king ordered his men to stop cutting the trees. The crows flew away one after another and disappeared. രാജാവ് ഉത്തരവിട്ടു. മരങ്ങളെല്ലാം വെട്ടിമുറിക്കുന്നത് നിർത്തുന്നതിനായി രാജാവ് ഉത്തരവിട്ടു. അതിനുശേഷം കാക്കകളെല്ലാം ഓരോന്നോരോന്നായി പറന്നുപോയി. The king got the princess married to Ivan. Thus Ivan became the king. He ruled the kingdom wisely. ഇതിന് ശേഷം രാജാവ് ഇവാന് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ ഇവാൻ അവിടുത്തെ രാജാവായി തീർന്നു. അവൻ വളരെ സന്തോഷത്തോടെ നല്ല രീതിയിൽ അവിടെ ഭരണം നടത്തി. Birds always warned him about storms and disasters, and Ivan took immediate actions to save his people. ഇതിനു ശേഷം പക്ഷികൾ ഇവാന് എപ്പോഴും നിർദ്ദേശങ്ങളും മറ്റും നൽകിക്കൊണ്ടിരുന്നു. എന്തിനെക്കുറിച്ച്? വരുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, കൊടുങ്കാറ്റുകളെക്കുറിച്ച്, ഡിസാസ്റ്റേഴ്സിനെ കുറിച്ച്, വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് എല്ലാം അവൻ പക്ഷികളിൽ നിന്നും മനസ്സിലാക്കി. എന്നിട്ട് പെട്ടെന്ന് തന്നെ അതിനു വേണ്ട നടപടികൾ എടുത്ത് അവിടുത്തെ ജനങ്ങളെ രക്ഷിച്ചു. Long live King Ivan, people praised his wisdom. ഇവാൻ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് അവിടെയുള്ള ജനങ്ങൾ അവനെ വാഴ്ത്തിക്കൊണ്ടിരുന്നു. A new servant, പുതിയ വേലക്കാരൻ. Years passed. One day an old man came to Ivan's palace. Ivan ordered his guards to bring him inside. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഒരു ദിവസം ഒരു വയസ്സായ ആൾ ഇവാൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു. ഇവാൻ തൻ്റെ ഗാർഡ്സിനോട് പറഞ്ഞു അയാളെ അകത്തേക്ക് കൊണ്ടുവരാനായിട്ട്. Old man in shabby clothes appeared before him. He was so tired. "Dear old man, what can I do for you?" Ivan asked. അയാളുടെ വസ്ത്രങ്ങൾ വളരെ മുഷിഞ്ഞതായിരുന്നു. അയാൾ വളരെ ക്ഷീണിതനുമായിരുന്നു.
അപ്പോൾ ഇവാൻ അയാളോട് ചോദിച്ചു, പ്രിയപ്പെട്ട ഓൾഡ് മാൻ, വൃദ്ധ, എന്താണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത്? ഓ യുവർ മജസ്റ്റി, ഐ ലോസ്റ്റ് മൈ വൈഫ് ആൻഡ് ഓൾ മൈ വെൽത്ത്. ഐ ഫൈൻഡ് നോ വേ ടു മേക്ക് എ ലിവിങ്. I am old and cannot work. Let me stay here and serve you, said the old man. Ivan appointed him as his servant. ആ ഓൾഡ് മാനോട് എന്താണ് വേണ്ടത് എന്ന് ഇവാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ വൈഫ് നഷ്ടപ്പെട്ടു, എൻ്റെ സ്വത്തെല്ലാം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എനിക്ക് വയസ്സുമായി, എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ എന്നെ ഇവിടെ തങ്ങാനായിട്ട് അങ്ങ് അനുവദിക്കണം. ഞാൻ അങ്ങയെ സേവിച്ചുകൊണ്ട് ഇവിടെ കഴിഞ്ഞോളാമെന്ന് ഇവാനോട് പറഞ്ഞു. അത് കേട്ട ഇവാൻ അയാളെ ഇവാൻ്റെ ഒരു സർവൻ്റായി അവിടെ അപ്പോയിൻ്റ് ചെയ്തു, കൊട്ടാരത്തിൽ നിർത്തി. നൈറ്റിംഗേൾ ഈസ് ബാക്ക്. വാനമ്പാടി വീണ്ടും. One night, Ivan was resting on his royal bed. He looked out of the window. ഒരു ദിവസം രാജകൊട്ടാരത്തിൽ വിശ്രമിക്കുമ്പോൾ അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. A full moon was rising. Little stars were blinking to greet the moon. A soft wind carried the fragrance of wild flowers into the room. From the distant skies, Ivan heard the song of a nightingale. പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ടായിരുന്നു പുറത്ത്. അതിനെ നോക്കി നക്ഷത്രങ്ങൾ ഇങ്ങനെ കണ്ണ് ചിമ്മിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ചെറിയ കാറ്റ്, നല്ല സുഗന്ധമുള്ള, പൂവിൻ്റെ സുഗന്ധമുള്ള ഒരു കാറ്റ് അകത്തേക്ക് വന്നു, റൂമിനുള്ളിലേക്ക് വന്നു. കുറച്ചകലെയായി ഒരു നൈറ്റിംഗേളിൻ്റെ പാട്ടും ഇവാൻ കേട്ടു. ഇറ്റ്സ് മൈ നൈറ്റിംഗേൾ. ഇവാൻ stood up and went to the window. Soon the nightingale came to him and sat on the window sill. They spoke for a long time. ഇതെൻ്റെ നൈറ്റിംഗേൾ അല്ലേ എന്ന് സന്തോഷത്തോടു കൂടി പറഞ്ഞ് ഇവാൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ജനലിനടുത്തേക്ക് പോയി. നൈറ്റിംഗേളും അങ്ങോട്ട് വന്നു, എന്നിട്ട് ജനലിൽ ഇരുന്നു. അവർ ഒരുപാട് സമയം സംസാരിച്ചു. As you said, I became the king. But what happened to the merchant? Ivan asked. നീ പറഞ്ഞു ഞാനൊരു രാജാവായി തീരുമെന്ന്. ഞാനൊരു രാജാവായി. പക്ഷെ എന്തു പറ്റി നമ്മുടെ ആ മർച്ചൻറ്റിന്? ഇവാൻ നൈറ്റിംഗേളിനോട് ചോദിച്ചു. ഓ യുവർ മജസ്റ്റി, ഹി ഈസ് ഇൻ യുവർ പാലസ് ആൻഡ് ഹി ഈസ് സെർവിങ് യു. ഓ യുവർ മജസ്റ്റി, രാജാവിനെ അഭിസംബോധന ചെയ്ത് വളരെ ബഹുമാനപൂർവ്വം വിളിക്കുന്നതാണ് മജസ്റ്റി. ഓ യുവർ മജസ്റ്റി, മജസ്റ്റി, അയാൾ നിങ്ങളുടെ പാലസിൽ തന്നെയുണ്ട്, നിങ്ങളുടെ ഒരു സെർവൻ്റായിട്ട് നിങ്ങളെ ശുശ്രൂഷിച്ചുകൊണ്ട്. Saying this, the nightingale flew away and disappeared into the sky. ഇത് പറഞ്ഞുകൊണ്ട് നൈറ്റിംഗേൾ വാനമ്പാടി പറന്നുപോയി ആകാശത്തിലെങ്ങോ മറഞ്ഞു. Your Majesty, supper is ready. Ivan looked at the old servant at his door. He could not believe his eyes. It was his old master. നൈറ്റിംഗേൾ പോയതിന് ശേഷം ഒരാൾ വന്ന് വിളിച്ചു. യുവർ മജസ്റ്റി, സപ്പർ ഈസ് റെഡി. രാജാവേ, രാത്രിക്കുള്ള ഭക്ഷണം റെഡി ആയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവാൻ അയാളെ സൂക്ഷിച്ചു നോക്കി. ആ ഓൾഡ് സെർവൻറ്റിനെ സൂക്ഷിച്ചു നോക്കി. ഡോറിൽ നിൽക്കുന്നു അയാൾ. അപ്പോൾ ആരായിരുന്നു? ഹി കുഡ് നോട്ട് ബിലീവ് ഹിസ് ഐസ്. ഇറ്റ് വാസ് ഹിസ് ഓൾഡ് മാസ്റ്റർ. ഇവാനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത് അവൻ്റെ പഴയ മാസ്റ്റർ ആയിരുന്നു, അതായത് ആ മർച്ചൻ്റ് ആയിരുന്നു. അപ്പോൾ നൈറ്റിംഗേൾ പറഞ്ഞത് ശരിയായി. ഇവാൻ ഒരു രാജാവായി, മർച്ചൻ്റ് അയാളുടെ സെർവൻറ്റും ആയി. Okay children, do you like the story? Okay, see you in next class. Thank you.